അനേകം നാളും സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. നമ്മുടെ കുട്ടികൾക്ക് യൂറോപ്യൻ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക, വിദേശം തൊഴിലുപോലെ തന്നെ പഠനം കഴിഞ്ഞാലുടനെ അവരെ തൊഴിൽ ചെയ്യാൻ സജ്ജരാക്കുക, ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് അവരെ മികവുള്ളവരാക്കുക. ഈ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കാരമാക്കി തരുന്നതക്ക രീതിയിലുള്ള ഒരു പഠന കളരിക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ സാക്ഷികളാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവർക്കും എഴുതി ചെല്ലുക. Center for Excellence in the ഉദ്ഘാടന കർമ്മം നടക്കാൻ പോകുന്ന ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി TSS Director Reverend Dr. Sabas Ignatius and very respected guests, my dear colleagues and friends. കഴിഞ്ഞ 5 വർഷത്തെ ചിന്തകളുടെയും പല വിധത്തിലുള്ള പരിശ്രമങ്ങളുടെയും സാക്ഷാത്കാരമാണ് ഈ സ്ഥാപനം എന്നിവിടെ. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഒരു പൂർത്തീകരണം എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. ഒരു വലിയൊരു സ്വപ്നത്തിന്റെ ഒരു തുടക്കം മാത്രമാണിത്. ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. 2015 ജൂലൈ 15 ഭാരത സർക്കാർ സ്കിൽ ഇന്ത്യ മിഷൻ ആരംഭിച്ചു. 40 കോടി ജനങ്ങളെ നൈപുണ്യ പ്രമുഖരാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യജ്ഞത്തോടൊപ്പം ഒരു കടവും കൂടി ചവിട്ടുകയാണ് ഇന്ന് തിരുവനന്തപുരം അതിരൂപത. ഈ യുവതയിൽ സ്കിൽ സോണിക് എന്ന പ്രൊഫഷണൽ സ്കിൽ ട്രെയിനിങ് പ്രൊവൈഡേഴ്സുമായി ചേർന്ന മരിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സെന്റർ ഓഫ് എക്സലൻസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് നാം. ആരാണ്, എന്താണ് സ്കിൽ സോണിക് എന്ന 2 വാക്കുകളിൽ ചുരുക്കം ചില വാക്കുകളിൽ ഞാനൊന്ന് പറയട്ടെ. Skill Sonic is an international provider of apprenticeship training and professional skill development based on Swiss dual educational web system. അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഇന്റർനാഷണൽ സ്കിൽ പ്രൊവൈഡറാണ് സ്കിൽ സോണിക്. തൊഴിൽ പരിജ്ഞാനവും പരിശീലനവും അധിഷ്ഠിതമായി ഉന്നത നിലവാരത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിശീലനം നൽകുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്
സ്കിൽസ് ഓൺ. നമ്മുടെ ഈ മരിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ എഡ്യൂക്കേഷൻ പാർട്ണർ അവരായതുകൊണ്ട് തന്നെ നാമും സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള പരിജ്ഞാനവും പരിശീലന രീതിയും മെത്തഡോളജിയും ഈ സ്ഥാപന സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രാധാന്യമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ലോകത്തിൽ 140 രാജ്യങ്ങളിൽ വേൾഡ് എക്കണോമിക് ഫോറം നടത്തിയ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കഴിഞ്ഞ 7 വർഷം സ്വിറ്റ്സർലൻഡിനായിരുന്നു 1ാം സ്ഥാനം. ഇപ്പോഴും അത് തുടരുകയാണ്. സ്വിസ് പരിശീലന രീതി തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അതാണ് നമ്മളെ ഈ സ്ഥാപനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പുതിയ സ്ഥാപനം ഇവിടെ നടത്തുന്നതിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ആഗോളതലത്തിൽ ചിന്തിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ വിദ്യാർത്ഥികളെ പ്രവർത്തന സജ്ജരാക്കുകയാണ് നാം ഇവിടെ. ഈ സംരംഭത്തിലേക്ക് കടന്നു വന്ന ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നിവിടെ എന്റെ കടമ. യു ആൾ ടു ദിസ് മീറ്റിംഗ്. ഇതിന്റെ അധ്യക്ഷൻ തിരുവനന്തപുരം അതിനുള്ളിൽ അദ്ദേഹം സുപരിചിതനും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനുമാണ്. TSSനെ സംബന്ധിച്ചിടത്തോളം പിതാവ് അതിന്റെ പ്രസിഡന്റാണ്. സുസഭാഗ്യ പിതാവിന്റെ അസാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഒരാൾ തനിയെ അതിലൂടെ നയിക്കുന്നത്. പല തിരക്കുകൾക്കിടയിൽ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുവാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തെ TSSന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഡോക്ടർ തോമസ് ഐസക്, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഒരു മുഖമുര ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലൂടെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കേരളത്തിലെ ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നാം എല്ലാം നോക്കിക്കാണുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. തിരുവനന്തപുരത്തിലേക്ക് അദ്ദേഹം ഒരു അന്യനല്ല. ആരംഭിച്ചപ്പോൾ മുതൽ അതിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഒരു സഹയാത്രികനാണ്. തിരുവനന്തപുരത്തിന്റെ TSSന്റെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നതാണ്. ചരിത്രം നന്നായി അറിയാവുന്നതാണ്. ഈ പ്രദേശങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. TSSന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മുടെ മീറ്റിംഗുകൾക്ക് പലതും നമ്മൾ സംബന്ധിച്ചിരുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി അദ്ദേഹം ഇലക്ഷന്റെ തിരക്കുകളായപ്പോൾ തന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഇതിന് എത്തിച്ചേരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത് ഈ രൂപതയോടും ഇവിടെയുള്ള ജനങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രകടമായ ഒരു താല്പര്യമാണ് എന്ന് പറയാൻ സാധ്യമായി സ്വാഗതിച്ചു. Mr. Sebastian Helf is the CEO of the Swiss Next, and he is the Swiss Consul General based in Bangalore. Being the CEO of Swiss Next, he and his team is involved in the education, research and innovation in India. പുതിയ ടൂൾസ് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന്റെ തീവ്ര പ്രയത്നത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും. Mr. Sebastian Helf is convinced that the Swiss Next its role is to constantly explore new creative adventure for the collaboration and the exchange between India and Switzerland. We are indeed extremely happy and fortunate to have you in our midst for making a partnership with the innovations and aspirations of your organization that will definitely provide wings to this institution to reach our heights and wider horizons. We wholeheartedly welcome you, sir. Mr. Sanjit Kundu, ഞാൻ സ്കിൽസോണിക്കിനെ കുറിച്ച് ആമുഖത്തിൽ പറയുന്നു. സ്കിൽസോണിക്കിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് മിസ്റ്റർ സെബാസ്റ്റ്യൻ കുണ്ടു. ഈ സ്കിൽസോണിക്കിനെ കുറിച്ച് ആമുഖത്തിൽ പറയുന്നതെല്ലാം രൂപീകരിച്ചിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ്. I had 2 occasions to meet him personally and we had quite long discussion during those 2 times.
he said to me, I am also a person who had formation from a mission, that is Ramakrishna mission. Whatever is good in me or bad in me is from that mission. I could understand that he is an optimist and he finds some way out and solution very easily, whatever will be the confusion and difficulties. We are fortunate to have Skillsonic as our education partner. So we welcome you wholeheartedly, not only to this meeting, but also for our journey forward. A hearty welcome to you, sir. Mr. Nikhil Jose, NSDC Special Project Team Member, അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് എൻഗേജ്മെന്റ് ഓഫീസർ PMKVY, പ്രൈം മിനിസ്റ്റേഴ്സ് കൗശൽ വികാസ് യോജന. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കേരളത്തിൽ ധാരാളം സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ തുടങ്ങുകയും അതിലൂടെ ധാരാളം യുവജനങ്ങൾ തൊഴിൽ പരിജ്ഞാനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിനുള്ള വ്യക്തിയുടെ സാന്നിധ്യവും സഹകരണവും ഈ സ്ഥാപനത്തിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അത്യാവശ്യമാണ്. ഇനിയും അദ്ദേഹത്തെ നമുക്ക് ആവശ്യമുള്ള യോഗത്തിൽ മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലും ഉയർച്ചയിലേക്കും എന്ന നമ്മുടെ മധ്യേ എത്തിയിരിക്കുന്ന നിഖിൽ ജോസ് സാറിനെയും എല്ലാവരെയും നാം സ്വാഗതം ചെയ്യുന്നു. വിൽഫ്രഡ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. ഇപ്പോൾ ഐഎൻജി കോളേജിന്റെ മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു. രൂപതയിലെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രവർത്തന മേഖലകളിൽ ധാരാളം സംഭാവന നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. TSSന്റെ ഒരു സഹോദര സ്ഥാപനമാണ് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ്. പക്ഷേ ഈ സ്ഥാപനം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു സഹോദര സ്ഥാപനമായി ഭാവിയിൽ ഉയർന്നു വരേണ്ട ഒന്നാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ ആശിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സ്ഥാപനത്തിന് ഊർജ്ജവും കരുത്തും പോയത് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസറെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട Father Guido, perhaps Father Guido is not to many of us here. He was staying here for the last 6 years, he was saying to me. 7 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടെ പല സ്ഥാപനങ്ങളും അദ്ദേഹം ചുറ്റിപ്പോയി കണ്ടു. ബിഷപ്പിനെ കണ്ട അദ്ദേഹം പറയും, എല്ലാ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങളുടെ ITI ഒഴികെ ITI പോലെ. ബിഷപ്പ് ചോദിച്ചു, അച്ഛന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അച്ഛൻ പറഞ്ഞു, എന്റെ ബിഷപ്പിന് പിതാവ് എഴുതുകയാണെങ്കിൽ ഞാൻ വന്ന് സഹായിക്കാം. My bishop wrote to the Bishop of our Guido and he is back, and now he has realized his dream and he has to go forward. Father Guido, you are a great personality and you have strong commitment and vision for the development of youth in our country. We wholeheartedly welcome you for this meeting. ഇന്നത്തെ കൂടിയിരിക്കുന്ന നമ്മുടെ കൂടെ വിവിധ മേഖലയിലുള്ള വ്യക്തിത്വങ്ങൾ കൂടെയുണ്ട്. പല എന്റർപ്രൈസുകളെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന അതിന്റെ പ്രതിനിധികളുണ്ട്. നമ്മുടെ രൂപതയുടെ വിവിധ ഇടവുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, TSSന്റെ പ്രവർത്തകരുണ്ട്, TSSന്റെ മറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, സഹപ്രവർത്തകരുണ്ട്. പ്രിൻസിപ്പൽ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ, മറ്റ് സ്റ്റാഫുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വിജയത്തിന്റെ പിന്നിൽ ഒരു കഠിനാധ്വാനമുണ്ട്. പഴയ നിയമത്തിൽ മോശയുടെ കൈ യഹോവയിലേക്ക് ഉയർന്നിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനത അമലോക്കിയരുടെ യുദ്ധം വിജയിക്കുകയായിരുന്നുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ മറ്റാരുടെയുമല്ല, നമ്മുടെ ഗോദി അച്ഛന്റെയാണ്. So, behind every success there is a hard work, sacrifice and perseverance. In the books of Exodus, we all know that when Moses kept his hands towards the Lord, the Israelites won the battle against the Amalekites. Similarly, this event became true because of you, dear Father. I invite you for the introductory speech. Not me.
a man had a dream, and this was Archbishop Zuzapakiam. Archbishop Zuzapakiam's dream was to bring the dual wed system to Kerala. But Archbishop Zuzapakiam is not a welder and not an electrician, is not a carpenter or a masonry, and so it was difficult for him. Archbishop Zuzapakiam invited me in the spring of 2013 to help him to bring this system here. I give him my hand and promise him I will help him. It was not the meaning I must make the most thing alone, but I do my best. I helped him. Today, the dual wed system in Kerala is not more longer only a dream. From this day is reality. And it is not my work. I do only my duty. I hold my promise. That was the dream of Archbishop Zuzapakiam. When you will say someone thank you, give the thank to him and not to me. Maybe you don't realize this in this moment, but I'm sure in few years you will understand why the thank is not for me. The thanks, give it to Archbishop Zuzapakiam. This man had an important dream. Help him with this dream, go in a good future. Thanks a lot of all. And my special thanks, it's for these young artists, make all these brandings. Thank you, Father. ബഹുമാനപ്പെട്ട ക്രിസ്തുദാസ് പിതാവിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ഈ സദസ്സ്. നമ്മുടെ ഈ സദസ്സിൽ അധ്യക്ഷ പദം അലങ്കരിച്ചിരിക്കുന്ന കൊച്ചു പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചു. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഡോക്ടർ ടി.എം. തോമസ് ഐസക് സർ, ഈ മരിയൻ ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് സെന്റർ ഓഫ് എക്സലൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹമാണ്. എത്രയും സ്നേഹ ബഹുമാനമുള്ള ഡോൺ ഗ്യൂറോ, സെബാസ്റ്റ്യൻ ഹുഗ്, ഞാൻ ഹഗ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഹുഗാണോ ഹഗ്ഗാണോ? ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു സെബാസ്റ്റ്യൻ ഹുഗ് എന്ന് ജർമ്മനിയിൽ പറയും, ഹഗ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള മോൺസിഞ്ഞോർ വിൽഫ്രഡ്, നമ്മുടെ TSS ഡയറക്ടർ, എത്രയും സ്നേഹ ബഹുമാനമുള്ള സാബാസ് ഇഗ്നേഷ്യസ് അച്ഛൻ, അസിസ്റ്റന്റ് നമ്മുടെ ആശ്ലിൻ ജോസ് അച്ഛൻ, respected Nikhil Jose sir, respected Prashinjit Kundu, സ്നേഹ ബഹുമാനമുള്ള പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഡോൺ ഗ്യൂദോ വളരെ അർത്ഥസമ്പുഷ്ടമായ കുറച്ച് വാക്കുകൾ നമ്മുടെ മുമ്പിൽ ഇംഗ്ലീഷിൽ പറയും. So I will translate to them in Malayalam. What he has said. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മരിയൻ ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് സെന്റർ ഓഫ് എക്സലൻസ് ഇവിടെ സമാരംഭിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ
സ്വപ്നം കണ്ടത് അഭിമന്യ അതിരൂപതാധ്യക്ഷനായ സൂസപ്പാക്കിൻ പിതാവാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിരൂപതയുടെ സാമൂഹ്യ അവസ്ഥ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വിവിധ മേഖലകൾ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു കുറവ് കണ്ടത് നികത്താൻ സ്നേഹ ബഹുമാനമുള്ള ഡോൺ ഗ്യൂദോ ഒരു കൈത്താങ്ങായി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ കുറച്ചുപേർക്കെങ്കിലും പരിചയമുള്ള ഒരു മുഖമായി ഡോൺ ഗ്യൂദോ മാറിയത്. അദ്ദേഹം ഇവിടെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ഈ കെട്ടിട നിർമ്മാണത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ഓടി നടന്നത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടതും അദ്ദേഹത്തെ തന്നെയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് മിനിസ്ട്രീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഓരോന്നും അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തി ഇവിടെ ചെയ്യുന്ന ഒരു വലിയ ഒരു ദുഷ്കരമായ ഒരു കാര്യം ഏറ്റെടുത്തു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ സെമിനാറിൽ റെക്ടറായിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ ഞാനിവിടെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഈ സ്വപ്നങ്ങള് ഞാനുമായിട്ട് പങ്കുവച്ചു. ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നതാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പങ്കുവച്ചെങ്കിലും എനിക്ക് ഇതെന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലായില്ല അന്നേരം. എന്നിട്ട് പിന്നെ ആകെ ഒരു ആശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ജർമ്മൻ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസം എനിക്കും ഒരല്പം ലേണിംഗ് ആണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്. Anyway, I take this opportunity to thank Reverend Don Guido for your hard work, effort that you have rendered to fulfill this dream come true. Let us clap and let us make it clap. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാര്, എനിക്ക് നമ്മുടെ മിനിസ്റ്റർ, നമ്മുടെ തോമസ് ഐസക് സാർ തുടങ്ങി ബാക്കി എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വലിയ ഗ്രാഹ്യമുള്ള ആൾക്കാരൊക്കെയാണ്. എനിക്കൊരു പക്ഷെ അത്രയും വലുതായിട്ട് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. നമ്മുടെ തിരുവനന്തപുരം അതിരൂപതയും ഈ പ്രദേശവും വിദ്യാഭ്യാസപരമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു പരിധിവരെയുള്ള വിദ്യാർത്ഥികൾ വാസ്തവത്തില് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരു കൂട്ടരാണ്. ചിലര് +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി എങ്ങോട്ട് ഭാവി എങ്ങനെ ആണ് എന്നുള്ളതിനെ കുറിച്ചൊരു നിശ്ചയമില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. ഇത് വെറുതെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല, ഭാവിയിൽ ഒരു തൊഴിൽ കണ്ടെത്തുവാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയും കൂടെ ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൈത്താങ്ങായി മാറും എന്ന് യാതൊരു സംശയമില്ല. നമ്മൾ സ്വപ്നം കാണുന്നത് തീർച്ചയായിട്ടും അതാണ്. ആരും യഥാർത്ഥത്തില് തൊഴിലില്ലാതെ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകരുത്. അതിന് വാസ്തവത്തിൽ ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മളൊരു തുടക്കം മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ സഭാസിജൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് സ്വിസ് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്ത് വിടുന്നതല്ല. നമ്മുടെ വെറുതെ ഉള്ള ഒരു എന്താ പറയാ, സാധാരണ ഒരു ITI ഒരു സ്ഥാപനമായിട്ടല്ല, മറിച്ച് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ തന്നെ ഉന്നതമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പഠിക്കുന്ന കുട്ടികളെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തിക്കുക എന്ന ആ ഒരു പ്രയാണമാണ് ഇതിലുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷ കൂടിയാണ് നമ്മളിതിൽ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇതിനെ സഹായിക്കുവാനായിട്ട് മിസ്റ്റർ സെബാസ്റ്റ്യൻ ഹുഗ് പോലുള്ള വലിയ ആൾക്കാര് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള അവരുടെ സ്കിൽ സോണിക് സെന്ററാണ് നമ്മളെ സഹായിക്കുന്നത്. A special word of thanks to Mr. Sebastian Hug, who really came over to help us in this regard. Thank you so much. Yes. So, എനിക്ക് തോന്നുന്നത് എന്റെ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന രീതിയിൽ ഞാൻ കൂടുതൽ നിരക്കിപ്പിക്കുന്ന നല്ലതല്ല.
എന്തായാലും ഈ ഒരു സംരംഭം മേൽക്കുമേൽ വളർന്ന് നമ്മുടെ സ്വപ്നം കണ്ട ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സാമ്പത്തിക വിദഗ്ധനാണ് നമ്മുടെ ധനകാര്യമന്ത്രി. ദുരന്തങ്ങൾ നേരിട്ട നമ്മുടെ സംസ്ഥാനത്തെ തിണ്ടും കുലുങ്ങാതെ പിടിച്ചു നിർത്താനായത് അദ്ദേഹത്തിന്റെ മികവ് കൊണ്ട് മാത്രമാണ്. അതിനാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായ സഖാവ് തോമസ് ഐസക് സാറിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി ക്ഷണിച്ചു. Absolute Bishop, Reverend Ron Widow, Mr. Sebastian, Council General in Bangalore, Sri Nigel Jose, Mr. Prasenjit Kundu, Reverend Monsignor Wilfred, മറ്റ് ബഹുമാന്യരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, I know some of your distinguished guests do not follow Malayalam. I will be speaking in Malayalam, and I promise you, I am not going to miss anything much. My whole argument is that Kerala is in a change in development paradigm from a paradigm where we focus mostly on social justice and equity to one where we are going to give maximum attention to rapid growth in the industry. And this paradigm shift involves many things, very importantly skill training, and therefore the small event that we are having today is very, very significant. That's all I can say. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനം വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഉള്ള വളർച്ചയിൽ നമ്മൾ കൂടുതൽ ഊന്നിയത് എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും ക്ഷേമവും ഒക്കെ നൽകുന്നതിന്. അതെല്ലാവർക്കും ഉറപ്പുവരുത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന നിലയിലാണ് കേരളം. അതതിൻ്റെ ചില പുതിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ കാര്യത്തിലേക്ക് പിന്നോട്ട് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി മേഖലയെടുത്താൽ പോലും ഇപ്പൊ പഠിച്ചു കോളേജിൽ വരുന്ന കുട്ടികൾക്ക് അച്ഛനും അമ്മയും ചെയ്യുന്ന പണിയും ചെയ്യാനല്ലോ. അപ്പനും അമ്മയ്ക്കും പിള്ളേര് തങ്ങളെപ്പോലെ പണിയെടുക്കണമെന്നുണ്ട്, നല്ല ശമ്പളവും ജീവൻ കിട്ടുന്നു. അങ്ങനെയുള്ള വ്യവസായങ്ങളും കേരളത്തിൽ വരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനൊരു മാറ്റം എന്തു വേണം? അതാണ് സർക്കാരിന്റെ കടമ. അതും കൊണ്ടുവരലാണ് നയപരമായിട്ട് ചെയ്യണം.
എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. ഒന്ന്, വ്യവസായ സംരംഭകരൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന നല്ല പശ്ചാത്തല സൗകര്യം കേരളത്തിൽ വേണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടെ വേണ്ടത്ര വൈദ്യുതി ഇല്ല. നിങ്ങൾ പുതിയ ഫാക്ടറി സംരംഭം ആരംഭിക്കാൻ ചെന്നാൽ വൈദ്യുതി കണക്ഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ വൈദ്യുതിയിൽ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ദേശീയ തലത്തിൽ നാഷണൽ ഗ്രിഡിൽ നിന്ന് നമ്മുടെ ബോർഡറിൽ വന്ന് നിൽക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലേ സാധാരണ നമ്മുടെ കമ്പനി പോരാ, ഒരു 400 kV ലൈൻ വേണം. കേരളത്തിലുടനീളം 400 kV ലൈൻ നിന്ന് കേരളത്തിലുടനീളം 200 kV ഉള്ളൂ. പ്രശ്നം എന്താ? ഒരു റോഡ് 45 മീറ്റർ പണിയുന്ന തുല്യമാണ് ഇത്രയും സ്ഥലത്ത് ഭൂമി എടുത്ത് 400 kV ലൈൻ ഇടാന്ന് പറയുന്നത്. ഈ രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ആൾക്കാർ കേരളത്തിൽ സമ്മതിക്കും. ദേശീയപാത തന്നെ എത്രയായിരിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ചെയ്യാൻ പോകുന്നത് 200 kV ലൈൻ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കൂടി 400 kV ലൈൻ കൂടി വിടാനുള്ള പുതിയ ഇന്നോവേഷനും ഉള്ള സ്ഥലം തന്നെ മതി. പുതിയ ടവറും കാര്യങ്ങളൊക്കെ വേണം. ഒരു 10,000 കോടി രൂപ. 10,000 കോടി ചെലവാക്കാൻ തീരുമാനിക്കുകയാണ്. ഇതുപോലെയാണ് ഒരു ചെലവാക്കി കഴിഞ്ഞാലോ ഇവിടെ കേരളത്തിന് 2030 വരെ നമുക്ക് വൈദ്യുതിയുടെ പ്രശ്നമില്ല. ഇതുപോലെ ഓരോന്നോരോന്ന് ഞാനിപ്പോ മുഴുവനോട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ദേശീയപാത ഒരു 6 വരി പാത ഉണ്ടാക്കാൻ സ്ഥലം എടുക്കണം. ആ സ്ഥലത്തിന് എത്ര ചെലവ്? 22,000 കോടി രൂപ സ്ഥലത്തിന് മാത്രം. റോഡ് പണിക്ക് ഒരു 5,000-6,000 കോടി രൂപ മതി. സ്ഥലത്തിനാണ് 22,000. അത്രയും രൂപ കൊടുത്താലും ബഹളമില്ലാതെ ആൾക്കാർ മാറുന്നുണ്ട്. സോ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കമ്പനികൾ കേരളത്തിൽ വരുന്നു. അപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട് പല കമ്പനികളും. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ആയിട്ട് നിസാൻ വരുന്നുണ്ട്, എയർബസ് വരുന്നുണ്ട്, അങ്ങനെ പല കമ്പനികളും. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വല്ല കമ്പനി വന്നാൽ ഇവിടെ ബിസിനസ് നടത്താനുള്ള അന്തരീക്ഷം വേണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇന്നലെ ചേർന്ന ക്യാബിനറ്റും പിന്നെയും ചില നിയമങ്ങൾ ഭേദഗതി ചെയ്തിരിക്കുകയാണ്. വന്നാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള സൗകര്യമുണ്ട്. മൂന്നാമത്തത്, ഇവിടെ ഇങ്ങനെ വരുന്ന പുതിയ തൊഴിലിന് വൈദഗ്ധ്യമുള്ള നൈപുണ്യമുള്ള ആളുകളുണ്ടാകും. വിദ്യാഭ്യാസം ഉണ്ടായിട്ടായില്ല. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഭൂരിപക്ഷവും പ്രത്യേകിച്ച് ഒന്നിനും പ്രാപ്തരാക്കാത്ത ജനറൽ BA BSc കോഴ്സുകൾക്കാണ് പുരുഷന്മാർ. അവരെന്ത് തൊഴിലിന് പ്രാപ്തരാകുന്നില്ല. ഇത് തൊഴിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നമ്മുടെ ITIയിലേക്കുള്ള വിദ്യാഭ്യാസം എന്താ പണ്ട് തുടങ്ങിയത് തന്നെ ഇപ്പോഴും തുടരുക. അധ്യാപനം വേറെ പഠിക്കാനായിട്ട് തയ്യാറെടുക്കാൻ തയ്യാറല്ല. പല കോഴ്സുകൾക്ക് ഒരു അർത്ഥമില്ല. ഇന്നൊന്നും വേണ്ട സ്കിൽ. എന്നാൽ പുതിയ സ്കില്ലുകൾ ആവശ്യമുള്ള തൊഴിലുകൾ വരുന്നുണ്ട്, അതിനുള്ള ട്രെയിനിങ് ഇല്ല. അപ്പൊ ഇത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് വ്യവസായികളൊക്കെ ബാംഗ്ലൂർ പോണേ? കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഏത് സ്കില്ല് വേണമെങ്കിൽ കിട്ടും. ഇത് പൂൾ ഓഫ് പീപ്പിൾ എടുക്കാനായിട്ട്. അപ്പോൾ കേരള സർക്കാരും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സർക്കാരിനെ കൊണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഇത് ഇവിടെ നടക്കുന്നത് പോലെ വിവിധ തരങ്ങളിൽ ഈ സ്കിൽ ട്രെയിനിങ് പ്രധാനപ്പെട്ട ഒന്നായിട്ടെടുത്ത് നമ്മൾ ചെയ്യണം. ഇവിടെ ആരംഭിക്കുന്ന മരിയൻ ക്രാഫ്റ്റ് ആർട്സ് ആൻഡ് സെന്റർ ഓഫ് എക്സലൻസിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലുള്ള മറ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടുന്ന് നമ്മുടെ മരിയൻ കോളേജിന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ എക്സലൻസിന്റെയോ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുക, സിസ്വാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക. അതിന് രണ്ടിനും വില വേറെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഉറപ്പുണ്ട്. ഒന്ന്, ഏറ്റവും ആധുനികമായിട്ടുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും ചെയ്യാൻ പഠിപ്പിച്ചുക. അതാണ് ഞാൻ പോയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ വെൽഡിംഗ് വർക്ക് ലാബിൽ അല്ലെങ്കിൽ ലേത്ത് ലാബിൽ എങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതും അത് തന്നെ ഇവിടെ നമുക്ക് കിട്ടും.
രണ്ട് ഇവരുടെ പ്രസ്റ്റീജ് ഇൻവോൾവ് ആയതുകൊണ്ട് കളിപ്പിന് പരിപാടി നടക്കില്ല. ട്രെയിൻ ചെയ്യേണ്ടി വരും ശരിക്കും. നമ്മുടെ ഡോണച്ചനെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ആള് കർക്കശക്കാരനാണ്, ചിരിയൊക്കെ കുറവാണ്. ടാസ്ക് മാസ്റ്റർ അത് പഠിപ്പിക്കും. ഇത് ഉറപ്പുള്ളതുകൊണ്ട് ആൾക്കാർ എടുക്കുന്നത്. ഞാൻ മിസ്റ്റർ കുണ്ടൂരോട് ചോദിക്കായിരുന്നു, 100 കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് എത്ര കുട്ടികൾക്ക് ജോലിക്കുള്ള അപേക്ഷ കിട്ടും? അദ്ദേഹം പറഞ്ഞു 120 പേര് 100 കുട്ടികൾ, 120 job applicants for 100 students trained. That is on a ratio. 100 പേരെ പഠിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇപ്പൊ 120 പേരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ വരുന്നു. അതാണ് ഇവിടുത്തെ ഡിഗ്രിയുടെ പ്രാധാന്യവും പ്രത്യേകതയും. അപ്പോൾ what I want to tell the Consul General is, Mr. Sebastian, let this be the beginning. May your collaboration and contact with Kerala expand furthermore. Kerala has a very long relationship with Switzerland, particularly in the 1950s you started your Indo-Swiss program, and that has worked a marvel in Kerala. Kerala, in fact, leads the country in the quality of stock, livestock, and big increase in the productivity. So much so that we are nearly self-sufficient in milk production, nearly. So you have this long track record in Kerala. I hope this will be the beginning, and we'll have more opportunity to collaborate. So thank you very much. വളരെ സന്തോഷത്തോടും കൂടി ഇത്ര പ്രധാനപ്പെട്ട ഈ തൊഴിൽ പരിശീലന കേന്ദ്രം മരിയൻ ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് സെന്റർ ഓഫ് എക്സലൻസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. Thank you, sir. Mr. Stephen Rook, Chief Executive Officer of Swissnex India and Consulate General of Switzerland in Bangalore, has donned many hats in his previous roles, working with State Secretary for Research, Education and Innovation at Switzerland, the Swissnex Boston, and to the Swiss Embassy in Canada. He is leading a dedicated team with passion for technology, innovation and entrepreneurship. He strives to connect the dots between Switzerland and India in innovation, technology and entrepreneurship. I invite the guest of honor to speak a few words, sir. Dear Minister, Dear Excellency, Dear Secretary, Masters, dear dignitaries, dear guests, dear Guido, it's a great pleasure to be here in Kerala once more. I've been here now many times already. The last time I visited your wonderful college, and being back here is really an honor. Thanks so much for inviting me. I've been here now 3 times in Kerala. In fact, only a couple of weeks ago I've been here, and I see the huge potential, and I'm very glad you pointed out the long relationship Switzerland had with Kerala already. I personally haven't had the chance to travel much through Kerala yet. That is why my family and I decided to come back actually during Christmas time for 2 weeks and go to the tea plantations, to the beaches, and the backwaters. So I hope to see a bit more of Kerala that time. As I mentioned, I was here a couple of months ago, and I had the honor to assist in a panel on vocational training that Guido had organized. And I participate quite often in this kind of panels. But very often what happens is there's a lot of talk, a lot of discussions, and then people go home and that's it. And so here I'm particularly pleased actually to see and come back, maybe 6 months later, and to witness the inauguration of this very center here. So it wasn't just discussion, actually action has been taken, and this wonderful building of learning has come to existence. So big congratulations on actually walking the talk to all of you.
A special thanks, or not thanks, but congratulations to the Marian Engineering College, the Trivandrum Social Services Society, which I had the pleasure to visit this morning, and the Latin Archdiocese of Trivandrum, and of course Skillsonics and Swissmem to make this happen. I think they really deserve a round of applause. So, of course, it wasn't just this panel that led to the existence of this school, but it takes a lot of patience, a lot of persistence, and a lot of passion to make something like that happen. And I had the pleasure last year to meet at the Swiss National Day in Bangalore, to meet Guido. Of course, you can't miss Guido. He came to this event, and he told me about this dream he had, the dream that actually now became reality. And Guido, I think those who know Guido know that Guido can be very convincing, no matter in what language, in German or English. So I think thanks to Guido, really, thanks to his passion, his persistence, this school here came to existence. And so with that, I think Guido also actually is a bit of a star back in Switzerland. I heard him on the Swiss radio a few months ago. He gave an interview, so Guido really also puts Kerala on the map back in Switzerland. As you mentioned, the relations between Kerala and Switzerland have been very close already. Kerala is about the same size as Switzerland, but I think Kerala has 4 times more people than in Switzerland. So, but I think like Kerala as well, Switzerland values and supports very much basic education. And I think there's no better state probably than Kerala to open a school like that, because we know about the commitment and the dedication of the government here to education. And so I think I really congratulate the government for that support that they gave. So as I mentioned, I've been here several times to Kerala, and we also trying, even though we're based in Bangalore, we also like to escape the traffic, which is so bad in Bangalore, and come here to Kerala, and really have been trying to bring Kerala and Switzerland a bit closer. Our focus at SwissNext is, as was mentioned, on science, technology, education, innovation. And so we actually also had supported the visit of the Chief Minister of Kerala to Switzerland earlier this year, where he, I think, also visited a Swiss university in Lausanne. I had the opportunity to open a workshop on surface sciences at ISO Trivandrum. In fact, one of the largest retailer co-op has recently entered into partnership with the Kerala University of Fisheries and Ocean Studies to harvest black tiger prawns, to farm black tiger prawns. And only last weekend, actually, there was a workshop happening here in Trivandrum on renewable energies, building integrated photovoltaics. And in fact, this CISSR and IST has signed a memorandum of understanding with the Swiss University from SUPSI. So I think, as you can see, there are many different linkages between Switzerland and Kerala, and we're working very hard to bring them even closer. In fact, after this function, I'll be going to the Indian Institute of Space Technology and trying to understand what they're doing and see how we can bring maybe them together with a Swiss institute. Switzerland has been, as you might know, a leader when it comes to innovation and science. Just a couple of weeks ago, in fact, Switzerland has won, or 2 researchers from Switzerland have won the Nobel Prize. When you look at the different rankings, Switzerland is doing really well in innovation. And this is partly, of course, because of investment in education, like Kerala does. But I think we very often actually forget that vocational training, vocational educational training, what we have here now with the center, is actually one of the key reasons why Switzerland is so innovative. In fact, in Switzerland, 2/3 of the students that finish high school go into vocational education. And VET, vocational training in Switzerland, is broadly accepted by society. It's very much supported
by politics, very much supported by families. And so, university, the academic track is not the only way to success, but BET is very much also a way for success back in Switzerland. Why is that? I think it is because you don't just learn, and you will see that here, you don't just learn the theoretical applications, you don't just read in books, but actually you will use your hand, you will use your brain, and it's through that, by doing things, that actually you will learn the most. And in fact, in Switzerland, when you speak to apprentices, so people who have gone through vocational training, they're maybe 20 years old, these are really responsible people, very independent, very mature, in many instances much more mature and much more responsible than I would say students of my time. When I graduated, I was pretty much clueless, whereas my colleagues who went to a vocational school, they knew what life was all about. They knew how to speak to a customer. They knew how to really implement a project. And so this is why I think I was in Switzerland, and now it's great to see here in Kerala, vocational training is key for the competitiveness of an economy. But I also would like to say, and I think you also mentioned that it's only the beginning, it's only one school. And I think the impact is only there when actually this type of institution can be scaled up on a state-wide level, when there's an entire society, entire economy behind such a model. So I hope maybe in a couple of years to come and inaugurate another center somewhere else in Kerala. So with that, I think I don't want to speak much longer, but again, I really would like to thank the Minister, the Excellency, and of course Guido for making me part of this project. It's a huge honor to be here, and I very much look forward to bring Kerala and Switzerland even closer in the future. Thank you so much. Mr. Prasenjit Kundu is Chief Executive Officer of Skillsonics India Private Limited, who is basically an engineer from IIT Kharagpur, who is also a recipient of the prestigious Emerging Leaders Fellowship from the University of Melbourne in 2013. Prior to this, he works in leading roles with global service providers and Fortune 500 companies in and across India, Asia and Australia. Sir, I invite you for the felicitation. Good afternoon and thank you all very much. My deepest respects to Trivandrum Social Service Society and the fathers and the missionaries. My respect to you, Minister, to enumerate the new paradigm of Kerala, and to my colleagues from NSDC, to Mr. Sebastian Hook for his patronage, and to all of you. We as an organization are extremely delighted. This is our first significant footprint of bringing in the Swiss dual-track apprenticeship model to Kerala. This is probably the first comprehensive center which would talk of and where the students will walk away at the end of their one-year program with a Swiss certificate issued by SwissMem, with a certificate issued by the NSDC in terms of their Sector Skill Council. They will also walk away with the industry partners. This particular center, I would like to focus on three simple aspects. What's in it for the student, what's in it for the state, what's in it for the society at large. What's in it for the student? We bring to it an one-year-long duration comprehensive program on two tracks. One is on welding, another is on electrical and electronics. Two very significant tracks which you sincerely believe will contribute to your new paradigm of industrialization of this particular state. These are tracks which are widely available, which are widely in demand. And the students will work extremely closely. This is not a theoretical study, we don't believe in that. So you would come and undergo the program very close, hand in hand, with respect to the comprehensive 70% directly working onto the equipment. And these equipments are not just base level equipments. We have over here, I would invite all of you to spend a few minutes after this, the virtual simulation center onto the welding. You have in TIG and MIG and MAG. Now, for the
a fraternity who come from the technology, from the manufacturing, from the industry, you would appreciate this is the comprehensive set of a knowledge into the welding. And this is probably the only institute, academic institute in whole of Kerala and probably in Tamil Nadu put together, who has this sort of a virtual simulation learning center. So this is a center, and Fronius is also a technology partner who will bring in and also issue their own certificate to you. Now it's not just certificate. The key moot point is, at the end of the day, is there a meaningful career track for the students? We stand behind it. We can talk about our past success track. I'll take a simple example. We run a center along with Sandvik in Pune. Now, for closer to 200 boys who passed out, 208 boys who passed out, there has been more than 250 offers available to us. Now, there is a different story that everybody doesn't join. On a lighter side, there will be 40 students. There was a Godrej comes from their Mumbai factory and says, I'd like to recruit 40 of your CNC manufacturing trained boys from Pune. And here is what I am told by the Pune boys. Mumbai, वहाँ बारिश होता है, वहाँ बम पड़ता है. So that place has rain and the sewers and the disturbance. So I'm not going to go to Mumbai. I want my job in Pune. So that's the sort of a youth what they want. We may or may not always be able to calculate. But just now last week, we were able to get 7 of our students from our Industrial Paint Academy in Delhi, which we work with AkzoNobel, to Hungary. So we believe we will be able to work on it. We personally and particularly would like to work with the industry. We believe without the industry and a close association and support. So as an organization, along with all of us, we will talk to you, we will talk to industry, we will meet out to you, reach out to you, invite you, come and teach us, tell us if we're doing it wrong, we will correct. But at the end of the day, the boys or the girls we produce, they must be world class, they must be valued in India, must be valued in Kerala, must be valued outside. We will work with it, allow us to learn, allow us to make mistakes, allow us to correct it, allow us to make it happen. We similarly have another workshop and another trade around the electrical and electronics, again and widely applicable for every single manufacturing industry partner. And again we have bring in a world-class partner called Festo, who is again a leader into the automation and systems. So along with them we'll offer these programs. So that's what is for the students. And we believe through the students, through the effective outcome, we will be able to reach out and leave a meaningful contribution to the society at large, in terms of getting the boys and the girls to a long career track, successful career track, sticking to that career track. One of the fundamental challenge into the skill development ecosystem is they get into the career track and within 6 months they fall back. But our track record has been 97% of our past students, they have made a successful career, lifelong career. So we believe in a lifelong career journey, and we are trying to bring that forward. And we invite all the industry, all the fraternity, all the administration, all the government, all the NSDC, come, collaborate, support us, guide us, we'll make this happen. Thank you so much. Special team project developer and Kerala State Engagement Officer for PMKVY, that is Pradhan Mantri Kaushal Vikas Yojana of Ministry of Skill Development and Entrepreneurship of Government of INSIS for 10th and 12th failed students. Sir, I invite you for the presentation. Thank you for the welcome, and Holiness Reverend Visudas and respected Sir Isaac and many dignitaries on the dais, of the dais from India, abroad, and teachers and students. So thank you for the welcome and giving me the opportunity to speak to you. The reason why when I spoke to, I've been interacting with Guido and Father Ashwin, and about them, that they have also learned the lesson from the industry, that industry needs skills. So it's not about anymore about certificates. There were olden days when certificates were giving you the first nice cushy job. Now industry is clear. They want skilled manpower. They want, for this job, he should know this. So
a certificate is, yes, you know a lot of things, but to do this job, I need this. Are you skilled? Are you professional? Are you what level are you? That's what we are doing in NSDC. We are bringing the skill ecosystem. So I love this graphics all around, and if you see the NSDC logo, it says transforming the skill landscape. So as a government organization, we are their implementation body. So Ministry of Skill Development and Entrepreneurship is the ministry on the national scale. In Kerala, also there is Skill Mission. We work under the Labour and Skills here. And so we are helping both from the central and the state. So each state has a coordinator like me who helps facilitate from the central to the state. So my job is to bridge this gap, because I remember days when people from Kerala had reached out to NSDC Delhi office just to get my number, because it was so hard to interact or get something done here, because we are right in the south end and NSDC is right on the north. So now every state we are here to interact and facilitate things here on the ground. And that's what I want to talk about NSDC is, two things we are trying to achieve. One is we should have a skill, yes, that everybody knows, but where's the standard? I go to my learning from here, I do a learning from Assam, I do a learning from Tamil Nadu. Can I match the Tamil Nadu candidate to the Kerala candidate? Or maybe even I go to Swiss. Can I match the Swiss? So that's where NSDC is coming forward by the industry. So if I go to industry in a manufacturing firm, he'll be happy to have me, because I have passed all his criteria. So I'm clear what is required for the job. I'm clear. Rather than a BTech guy coming, I don't know whether they're skilled or not. Yes, he exceeded in his studies, but does he know to do this job? Or do I have to, again, like an IT field, put him on the bench for 6 months, 1 year, and then train him myself? So this is easy plug and play. He comes trained from an institute like Marian Crafts and Engineering. He exceeds in the skill of welding. He is passed with 5-star. There you go. I am ready to put him to work. So that's the first thing that NSDC is trying to achieve. The second thing that we are trying to achieve is change the mindset of the people. It's only by making the skills aspirational can it bring a difference in the society. So currently we are all education, yes, Kerala spends a lot on education, family spends a lot of education, so we do a lot of work, it's a big interest for us, but are we getting the jobs? So if I have understood Kerala properly, it's not unemployment that is affecting Kerala, it's underemployment. So you're learning something, but you're doing a job which is low. Or you're doing a job which is completely not even related to your studies. So that's what, it's not related to. So this is where, to facilitate these two things, there are a lot of other things that we do on the sites. We provide loan to training centers who want to build their centers. We provide accreditation, affiliation like a stamp. Yes, our center has all the facilities. We provide corporate social funds from industries who want to use their funds and put it into every person, especially in India. Swiss maybe, because we are a small country and people, but maybe in India, not possible to reach out to everyone. So government provides you the base. So you come to our training centers, we have government schemes that we do, Pradhan Mantri Kaushal Vikas Yojana, DDJPY, NUL, and there's a lot across ministries that they are doing just to help the skill ecosystem. We're also providing fee-based, so we can go to any training center, pay fees, learn, and get certified. We provide the training, we provide the certificate, and give them placement. Otherwise, we don't pay. Simple. So that's the main thing that government is doing. Long time ago, it was all about certificates. Now it's about skills and placement. And there are many other things I can talk about. There's skill loans, like an education loan, candidates are provided. So the whole ecosystem is being transformed. I have learned from Kerala is, yes, like the Minister said, there are no more industries, big industries here. But you go to any part of the world, who do you find? Kerala. Any part of the world, Africa, yes. Switzerland, yes. You will find them.
So we are ready to go. Gulf is full of us. But there's also a scenario of them returning back. Yes, there is a slowdown in the market, they're coming forward. But have you noticed that some people are also giving the reasons that they're not skilled? Make it aspirational and make it international standard. Because we don't have industries here, but we are going everywhere around. So we've already spoken to UAE government, they'll accept our skilling trainings here. We're speaking with Australia, UK. So anybody who does fitter, welder from us, they'll accept us. So that kind of NSDC is also providing with international standards. So in simple, I just want to say that we're trying to build a standardization here and make it skills aspirational. If you hear about World Skills India, we've been participating in a competition that happens every 2 years. It's Olympics of skills. You can imagine the Olympics of skills. From many countries they come. So 160, 140 countries had come, and we had sent some 48 people in 40 trades, 27 trades. And then Kerala had 3 people. Ward floristry, flooring, floristry, and 3D game art. And we were almost going to win the government. But just because we didn't have the international experience, we had to settle with medals of excellence. That itself shows that we are above the mark, but there were other people above us. But we won our first gold in water technology from Orissa. First gold from India. Silver in web technology, of course, Bangalore. Whereas third, jewelry, we got bronze. So we are reaching there. In 4 years, when we started, we were 0. Now we are reaching there. So we are changing the landscape. It's a, as everybody said, it's a team play. We're all here to put our part forward. So I'm happy to help anyone. I've been speaking to Reverend Guido and Father Ashwin. I'm ready to offer my services here, and please feel free to reach out to us. We are here to help you, support you, change the landscape of Kerala. Thank you. Thank you for your Marian College in the compound, Marian Craft and Arts Center for Excellence. ആരംഭിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ഈ കോളേജിന്റെ മാനേജർ അച്ഛനായ മോൺസിംഗർ വിൽഫ്രഡ് അച്ഛനാണ്. ആശംസാ പ്രസംഗത്തിനായി വിൽഫ്രഡ് അച്ഛനെ ക്ഷണിച്ചോളൂ. Mr. Sebastian Poole, the Consul General of 6th Consulate in India, Reverend Father Guido, he is the visionary of this project. Reverend Father Sabas, Reverend Prashant, Mr. Prashant, the other dignitaries on the diocese on the സ്റ്റേജിലുള്ള ഡിഗ്നിറ്ററീസിനെ പോലെ തന്നെ ധാരാളം പേര് തീർച്ചയായിട്ടും പ്രോഗ്രാം അതുപോലെ ധാരാളം പേരുണ്ട്. നമ്മളെല്ലാവരുടെയും ഒരു കൂടിവരവിൽ വലിയൊരു സംരംഭമാണ് ഇവിടെ ആദ്യച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് പാലത്തെ അസർ ഹോട്ടലിൽ വെച്ച് ഇതുപോലെ ഇതിനൊന്നും വലിയ ബൃഹത്തായിട്ടുള്ളൊരു സമ്മേളനം നടക്കുകയുണ്ടായി. സിസ് ഡെവലപ്മെന്റ് സിസ്റ്റം കേരളത്തോട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനായിട്ടാണ് നമുക്ക് കണ്ടക്ട് ചെയ്തത്. അന്ന് ഓർഗനൈസർ Mr. Sebastian was with us that day. അത് ഇന്ന് വലിയ രീതിയിൽ റിയലൈസ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും Father Guido, as I said, he is a visionary. He works hard on it. His ideas, he is dedicated, committed, and his commitment has brought this mission into a success and a realization today. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. അദ്ദേഹം കൂടെ ഉണ്ടാവും ഈ ദിനങ്ങളിൽ നമ്മൾ നയിക്കുവാൻ. ഒപ്പം
ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തികൾ. അതിലൂടെ സഹായിക്കുവാൻ തീർച്ചയായിട്ടും നാഷണൽ ജസ്റ്റിസിനുമുണ്ട്. ഈ ഒരു ഒത്തുവെപ്പുകൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നീക്കുമെന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് ധാരാളം വിഷയങ്ങളെ പറ്റിയുള്ള അറിവുണ്ട്. പക്ഷെ അറിവ് മാത്രം നമുക്ക് ഒരു ജോലി നേടിത്തരികയില്ല. അതിന്റെ സ്കിൽസിൽ നമ്മൾ വളരെ കുറവാണ്. വിദേശത്തുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ദൗത്യം ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യയുടെ പ്രവർത്തനത്തിലും 60% ആൾക്കാർ വരെ വിവിധ നൈപുണ്യങ്ങളുള്ള സ്കിൽസിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള കൺട്രീസ് ഉണ്ട്. അത് കുറഞ്ഞു തന്നെ ഭാരതത്തിലെത്തുമ്പോൾ അത് 5% മാറുകയാണ്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് 2015 നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 ജൂലൈയിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു പ്രോഗ്രാമായി 40 കോടിയോളം ആൾക്കാരെ ട്രെയിനിങ് നൽകി സ്കിൽസിൽ പ്രാവീണ്യമുള്ളവരായിട്ട് വിവിധ സ്കിൽസിൽ പ്രാവീണ്യമുള്ളവരായിട്ട് മാറ്റുക. ഇന്ന് 4 വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുമ്പോഴും അത് എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം 40 കോടി ജനങ്ങളെ സ്കിൽസ് ട്രെയിനിങ് ഉള്ളവരാക്കി മാറ്റുക എന്നുള്ള ഒരു സ്വപ്നമാണ്. ഒരുപക്ഷെ ഗവൺമെന്റ് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരത്തെ മിനിസ്റ്റർ അഡ്മിറ്റതുപോലെ തന്നെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. നേരത്തെ എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ മിഷണന്മാർ നൽകിയ സേവനങ്ങൾ, സഭ നൽകിയ സേവനങ്ങളോടെ തന്നെ നമ്മുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ഈ തീരദേശങ്ങളിൽ നൽകിയിട്ടുള്ള ആ സേവനങ്ങൾ വെച്ചുകൊണ്ട് ഇതിനോട് ഉന്നയിച്ചുകൊണ്ട് ആ രാജ്യപരമായിട്ടുള്ള പദ്ധതിക്ക് വലിയൊരു ഒരു സംഭവം നൽകുവാൻ സാധിക്കും. ആ ഒരു ട്രെയിനിങ് സെന്റേഴ്സ് തുടങ്ങുകയുണ്ടായി. അതുപോലെ അക്കാഡമിക് സെന്റേഴ്സും ഇത് തുടങ്ങുകയുണ്ടായി. പക്ഷെ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമുക്ക് ഈ പ്രദേശത്ത് നമുക്ക് ധാരാളം പേർ ഗൾഫ് മേഖലകളിൽ പോകാറുണ്ട്, ജോലി അന്വേഷിച്ച് പോകുന്നുണ്ട്. പലരും സിവിൽ സ്കിൽഡും അൺസ്കിൽഡുമായിട്ടുള്ള ആൾക്കാരായിട്ട് ലേബർ ക്യാമ്പ്സിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങളിൽ വരുന്ന വരുമാനം തുച്ഛമാണ്. ഒഴിഞ്ഞ സംസ്ഥാനത്തിന് ഒരു ഭാവിത്തിന് എന്റെ മക്കളിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ നൽകുന്നതിന് വേണ്ടിയുള്ള കരുത്താവുന്ന ഒരു ജോലിയാണത്, ഒരു ക്യാപിറ്റേഷനാണ് സൊല്യൂഷൻ. ആ ചിന്തയോടുകൂടി നമ്മളിങ്ങനെയുള്ള ട്രെയിനിങ് സെന്റർ തുടങ്ങുകയും ഇതിലൂടെ ധാരാളം പേരെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതിന്റെ ഔട്ട്കോട്ടുകളും സുതാര്യവും നന്മപൂർണ്ണമായിട്ടും മാറും. അതുപോലെ പൂർത്തിയായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ടുള്ള ലൈഫ് വ്യക്തികളുടെ കഴിവുകളും പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങുന്ന ഈ കാര്യങ്ങൾ ആ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്നുള്ള ശുഭ്രത വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് എന്റെ ഞാൻ Assistant Director, Reverend Father Ashley Joseph, Father Guido, the Grand Monsignor, Bill Freddy, respected sisters and teachers and TSS staff members and my dear friends. നന്ദി ചുരുക്കി പറയണം, കാരണം പരസ്പരം നന്ദി പറഞ്ഞതുകൊണ്ട് എൻ്റെ ജോലി എളുപ്പമായി. TSS ലെവലില് നമ്മൾ 10ാം ക്ലാസ് പാസ്സാകുന്ന വിദ്യാർത്ഥികളുണ്ട്, ഇത് സാധാരണ ഫെയിലാകുന്ന വിദ്യാർത്ഥികളുണ്ട്, +2 പാസ്സാകുന്ന ഫെയിലാകുന്ന വിദ്യാർത്ഥികളുണ്ട്, ഡിഗ്രി അതുപോലെ തന്നെ. ഓരോരുത്തരും ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന പിള്ളേർ എവിടെ പോകുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കാൻ വേണ്ടി TSS-ന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. TSS-ൽ 6 സ്ഥാപനങ്ങളിലായിട്ട് ഇന്ന് 1200 വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള മക്കൾക്ക് ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടാത്തവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുത്ത് അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് മാത്രമാണ് ആരംഭമാണ്. അടുത്ത വർഷം കൂടുതലായിട്ട് കോഴ്സ് കൊടുപ്പിക്കാനും പുതിയ ബിൽഡിംഗ് വരുമ്പോഴും മെച്ചപ്പെട്ട ഒരു ഇതുണ്ടാകാനും പല ഇൻഡസ്ട്രിയുമായിട്ട് നല്ല കയ്യൊപ്പുണ്ടായി ഇവിടെ നമ്മുടെ സെന്ററിൽ വന്ന് അവർ ഇന്റർവ്യൂ നടത്തി പിള്ളേരെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. ഒപ്പം നമ്മുടെ സെന്ററിൽ ഇന്റർവ്യൂ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക പല ഇൻഡസ്ട്രീസിനും പല വ്യക്തികൾക്കും. അങ്ങനെ
നല്ലൊരു സ്ഥാപനമായിട്ട് വളരാൻ പോകുന്നു. അതിന്റെ ഒരു ആരംഭമാണ്. ആ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ് എന്റെ കർത്തവ്യം. ഈ യോഗത്തിന് അധ്യക്ഷവും അലങ്കരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിച്ചത് അദ്ദേഹം നേതൃത്വത്താക്കിയ കഥാപാത്രങ്ങളുടെ ചിത്രമാണ്. പിതാവിന് പകരമായിട്ട് കൊച്ചു പിതാവിന്റെ അഭിനയ ക്രിസ്തുദാസ് പിതാവിനും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച് നല്ല വാക്ക് നൽകിയ കേരള നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഡോക്ടർ തോമസ് ഐസക് സാറിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഒപ്പം വേദിയിൽ നമ്മളോടൊപ്പം ഉള്ളത് മിസ്റ്റർ സെബാസ്റ്റ്യൻ. He came in the morning and he was spending time with our PSS staff members and bishops also. And now he is with us. And for the last 5 years, I think he has involved a lot to come this project reality here. On behalf of all here, I extend our heartfelt thanks to Mr. Sebastian Hart. And the Reverend Monsignor Wilfred B. നമ്മുടെ മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മാനേജറാണ്. ഈ ഒരു പ്രോജക്റ്റുകളുടെ കർമ്മയിൽ ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു സഹകരണവും സഹായവും അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ മാത്രമല്ല, അവിടെ കോളേജ് മുഴുവനും ഇതിൽ ഇൻവോൾവ് ആണ്. ഇത് കുറച്ചുകൂടി ഫ്ലറിഷാകും. മറൈൻ എഞ്ചിനീയറിംഗ് കോളേജ് കുറച്ചുകൂടി ഫ്ലറിഷാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് സെന്ററും ശരിക്കും ഫ്ലറിഷാകും. നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളോട് സംസാരിച്ച എല്ലാവരുടെ സഹകരണവും സ്നേഹവും നൽകി നമ്മളെല്ലാവരെയും നന്നായിട്ട് നോക്കുന്ന TSന്റെ വളർച്ചയിൽ ഒത്തിരി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മുൾപ്പട്ടച്ചന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട നിഖിൽ ജോസ്, NSBC Kerala Lakshadweep coordinator. He was speaking of NSBC and its scope and the relation with it. We will have a continued relation with you. Again, we need your help also for further progress. And we thank you for your presence and the good words. Thank you very much. ഫാറൂഖ്, ഞാൻ എപ്പോഴും ഭയങ്കര നന്നായി നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ്. വെരി അമേസിംഗ് പേഴ്സണാലിറ്റി. എല്ലാ കാര്യം മെറ്റിക്കുലസ് ആയിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നും ഏറ്റവും വലിയ എഞ്ചിനീയർ ആണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അത്രയ്ക്കും ഏതൊരു കാര്യം കൊടുത്താലും എഞ്ചിനീയേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ അച്ഛനത് കണ്ടുപിടിക്കും. ഇവിടെ ഓരോ ഇൻസ്റ്റലേഷൻ നടക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഹീസ് വെരി ഗുഡ് ഇൻ അനലൈസിങ് എവറിഥിങ്, വെരി ഗുഡ്. It is his patience and creative and meticulous interventions and his determination that this project could come to realization. And എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിമിതമായി പോകും. ഗീതവച്ചനെ കുറിച്ച് അത്രയ്ക്കും നല്ല അറിവും പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഒപ്പം ക്ഷമയോട് കൂടി കഴിഞ്ഞ 5-6 വർഷം മുമ്പ് ഇതിനു വേണ്ടി കാത്തിരുന്നാണ് ഇന്ന് ഇത് യാഥാർത്ഥ്യമാകുന്നത്. അത്രയ്ക്കും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. സ്നേഹപൂർവ്വം on behalf of everyone here, especially on behalf of Archbishop and Latin Archdiocese and TSS, we extend our heartfelt thanks to Father Guido. സാബാസ് നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും ഏത് സമയത്തും TSന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു അച്ഛനാണ്, ഡയറക്ടർ അച്ഛനാണ്. നേരത്തെ പരിചയമുള്ളതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ഇത് ഇവിടെ വരുന്നതിലും അച്ഛൻ നല്ലൊരു താല്പര്യം കാണിച്ചതുകൊണ്ടാണ് ഇത് ഇന്നിവിടെ ഉദ്ഘാടനം നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന TSSനും നമ്മുടെ ഈ മരിയൻ ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് സെന്റർ ഓഫ് എക്സലൻസിനും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സാബാസിന് സ്നേഹപൂർവ്വം എല്ലാവരുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. വേണ്ടി സഹായിച്ച ധാരാളം പേരുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി പേര് എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്.
ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്യാമ്പസിനകത്തുള്ള മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ സ്റ്റാഫ് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഒപ്പം മരിയൻ ആർക്കിടെക്ചർ കോളേജിന്റെ സ്നേഹപൂർവ്വം നമ്മുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം TSന്റെ കൂടെ ഈ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഡെവലപ്കുമാർ സാറുണ്ട്. പിന്നെ ഇന്ന് ഇതിന്റെ എല്ലാം ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി ജയറാജ് സാറുണ്ട്, തോമസ് സാറുണ്ട്. അവർക്കും TSS ഫാമിലി മുഴുവനും ഇവിടെ വന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളായിട്ടുള്ള സെന്റ് സേവിയേഴ്സ് കമ്മ്യൂണിറ്റി കോളേജ് ചാക്ക കരിക്കുലർ, അവിടെയുള്ള സ്റ്റുഡൻസും സ്റ്റാഫ് മെമ്പേഴ്സും പ്രിൻസിപ്പളും സിസ്റ്ററും അവർ വന്നിട്ടുണ്ട്. വലിയ സെന്റ് സേവിയേഴ്സ് ITA പ്രിൻസിപ്പളും വിദ്യാർത്ഥികളും വന്നിട്ടുണ്ട്. അവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ കുറെ മെഷീനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ടൂൾസ് ഒക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ള ഫ്രോണീസ് കമ്പനി, ഫെസ്റ്റോ, പിന്നെ ശക്തി ടൂൾസിന്റെ കൃഷ്ണൻ, അവരും കുറെ ഇൻഡസ്ട്രീസ് ചില വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ സ്കിൽ സോണിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കടമയും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന യോഗേഷ്, റഷീദ്, വിഷ്ണു, ഇവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ ജോർജ് കോളേജ് ഞങ്ങളുടെ ഒരു പ്രചോദനമാണ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഈ ഒരു ക്യാമ്പസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് വേണ്ട നിർദ്ദേശം നൽകി സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ ഭവന വികാരി കൂടിയാണ്. അച്ഛന്റെ സാന്നിധ്യം ഇപ്പോൾ നമുക്കൊരു പ്രോത്സാഹനമാണ്, ഉന്മേഷമാണ്, സന്തോഷമാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ ജോർജ് കോളേജിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് മരുവാൻ കൊണ്ടുവന്ന സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ കുറേയധികം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ സ്റ്റാഫായിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സും ഉണ്ട്. എല്ലാ സിസ്റ്റേഴ്സിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളും സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഒപ്പം നമ്മുടെ സൗഹൃദ സ്ഥാപനങ്ങൾ കടന്നു വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഒപ്പം ആന്റണി ലാബ് അറ്റൻഡറുണ്ട്. ആന്റണി നന്നായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സഹായിച്ചത്. അപ്പൊ ഇത് പെയിന്റ് ചെയ്ത കുറെ വിദ്യാർത്ഥികളുണ്ട്. ഇത് നമുക്ക് കടാറുള്ളത് ഒരു പ്രിന്റിംഗ് ആണ്, അങ്ങനെയല്ല. അതിനേക്കാൾ മികച്ച രീതിക്ക് അവര് ബ്രഷ് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത്രയ്ക്ക് നല്ല കഴിവുള്ള മക്കളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. സൗണ്ട് ഇതൊക്കെ എല്ലാം സ്റ്റേജൊക്കെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് തുമ്പയുള്ള അജി സൗണ്ട്സ്, നമ്മുടെ മാസ്റ്റർ ചേട്ടനും അവിടെ സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ധാരാളം പേരോട് നന്ദി അറിയിക്കാൻ വേണ്ടി ഈ ചുറ്റുപാടെല്ലാം ക്ലീൻ ആക്കി സഹായിച്ച നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഇത് നമ്മുടെ ആർക്കിടെക്ചർ കോളേജിലുള്ള മറ്റ് സ്റ്റാഫ് ക്ലീനിങ്ങിനൊക്കെ എല്ലാം വന്ന് സഹായിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം സഹായവും സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പസിനകത്തുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ ഉള്ള എല്ലാ സ്ഥാനത്തുള്ള എല്ലാ അവരുടെ എല്ലാ സ്ഥാനത്ത് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ തിരിക്കുന്ന എല്ലാവർക്കും ചായ സൽക്കാരം പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ആശംസിക്കുന്നു. എല്ലാവരും പണിയില
Understood.